അമ്മേ വാ കിടക്കാം. മുമ്പ് കിടന്നപ്പാ അമ്മ ഇച്ചിരി പ്രാർത്ഥിച്ചിട്ട് വരാം. മുമ്പ് മായമ്മേ മുത്തൂട്ടി എന്താണിത്? ഇത്രയും നേരം നമ്മൾ പ്രാർത്ഥിച്ചതല്ലേ, ഇനിയും പാതിരയാവാറായി, കിടക്കാൻ വരണ്ടേ? പ്രാർത്ഥിച്ചിട്ട് വരാമേ. ഇച്ചിരി നേരം കൂടെ ചാൻ പോയി കിടന്നു. ഞാൻ മിണ്ടണില്ലല്ലോ, ഞാൻ ഒച്ച ഉണ്ടാക്കണില്ലല്ലോ, ഉറക്ക പ്രാർത്ഥിക്കണില്ലല്ലോ, ലൈറ്റ് ഒന്നും ഓൺ ചെയ്യുന്നില്ലല്ലോ. ഇവിടുത്തെ അല്ലേ ഇപ്പൊ കിടന്ന് ഞാൻ വന്നോളാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മോവാബിന്റെ ഇത് ഇച്ചിരി ടൂ മച്ച് ആട്ടോ. എന്നോട് പറ്റില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു ടയേർഡാണ്, നേരത്തെ കിടക്കണം. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഒരു മണി മാറും. മായമ്മേ ഇതെന്താണിത്? എന്തോ ഒരു നേരെ ഇതന്നെ മനുഷ്യനെ വെറുപ്പിക്കണതിനോടൊരു മര്യാദ കേട്ടോ. ബാക്കിയുള്ളവരൊന്ന് ഒന്ന് കിടന്നുറങ്ങി വന്നു അന്നേരം ഉണ്ട്. കർത്താവ് വരാറായി, ഏത് നേരം ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിന്നാണ്. ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് തോന്നിയപ്പോ എഴുന്നേറ്റിരുന്നു. ഇന്ന് രാത്രി കർത്താവ് വന്നാൽ ഞാൻ കർത്താവിൻ്റെ കൂടെ പോകും. ഇച്ചാൻ നേരം കണ്ടും നോക്കി കണ്ടൊക്കെ ജീവിച്ച ഇച്ചാനെ കൊള്ളാം. ചിലപ്പോ രണ്ടാമത് നിർദ്ധാനത്തിൽ എടുക്കപ്പെടുമായിരിക്കും. Amma, we're going to bed. Amma, we're going to bed. നിങ്ങൾ കിടന്നോ. എന്തിനാ ഈ ലൈറ്റ് വെച്ചൊന്ന് ഇരിക്കണോ അമ്മ? What are you doing? മോൻ എന്തിനാ ഇപ്പൊ രാത്രി എണീറ്റ് വന്നേ? I wanted to get water. What are you doing here? That's okay. അമ്മ ഇച്ചിരി അവരുടെ പ്രാർത്ഥിച്ചിട്ട് പോയി കിടന്നു. അമ്മ പോയി കിടന്നു. അമ്മ ഫുഡ് കഴിക്കാനായിട്ട് വാ. അപ്പേ അമ്മയ്ക്ക് എന്താ പറ്റിയത്? Why is she praying so many times now after coming back from that retreat and all? അതാ റിട്രീറ്റ് കൂടി എൻ്റെ മൂടാ. ബാക്കിയുള്ള ചോറിൻ്റെ കഴിഞ്ഞു. ഇന്ത്യ മാനസാന്തരം 3 മാസം എന്നാണ് പറഞ്ഞത്. കുറച്ചാൾ കഴിയുമ്പോൾ ശരിയായിക്കോളും. ഡോണ്ട് വറി. പൗലോസ് ശ്ലീഹ ധന്യൻ ചൊൽ. സുസാനെ മായമ്മ പറഞ്ഞു തരാം പൗലോസ് ശ്ലീഹ എന്നാ പറഞ്ഞു തന്നുള്ളത്. ബാ പഠിച്ചു, ഞാൻ പറഞ്ഞു കൊടുത്തു പഠിച്ചു. അതെന്നാ അമ്മച്ചി ബൈബിളല്ലേ അമ്മ? ഞാൻ പറഞ്ഞു കൊടുത്തെന്ന് വെച്ചാൽ എന്നാ കുഴപ്പം? കൊച്ചിന് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് രാത്രി നമ്മൾ വൈകിയ കിടന്നത്. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. മായമ്മ കുറച്ചാൽ പറഞ്ഞു. ചേടി നിങ്ങൾ എത്ര നേരമായിട്ട് ഈ യൂട്യൂബും കണ്ടോണ്ടിരിക്കുന്നു, ഈ ഇതിൽ കളിച്ചോണ്ടിരിക്കുന്ന? എന്റെ പൊന്നെ മായ, ഇത്ര നേരം ഞങ്ങൾ എന്തായിരുന്നു പ്രാർത്ഥിക്കില്ലായിരുന്നു നിന്റെ കൂടെ ആയിരുന്നു. ഇപ്പൊ കുറച്ചു നേരം ഒന്ന് സന്തോഷിച്ച് കാണാൻ നിനക്ക് പ്രശ്നം. നിങ്ങളുടെ എടുത്തിരുന്നാലേ എന്റെ പ്രാർത്ഥന നടക്കില്ല. ഞാനിവിടെ നിന്ന് പോവാതെ. സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരങ്ങളെ തട്ടി സന്തോഷത്തോടെ ഹല്ലേലൂയ. Where that?
Carl, I'm going deaf. ഞാൻ ഇത് വെച്ചോ. അമ്മ ചെവിയിൽ സാധനം വെച്ചു. എടാ ഞാൻ മേലിൽ എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നിനക്ക് ഒച്ച കൂടുതലാണ്. ഞാൻ നിന്നെ ശല്യപ്പെടുത്തുന്നില്ലല്ലോ. ഇതെന്റെ ചെവിയിലല്ലേ ഇരിക്കണേ. നിനക്ക് എന്താ പ്രാർത്ഥനയോട് ഇത്ര വിരോധം? അതെ, സാത്താനാ ഇങ്ങനെ പ്രാർത്ഥനയോട് വിരോധമുള്ളത്. നീയോ പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ പ്രാർത്ഥിക്കാനൊരു സമ്മതിക്കുകയില്ല. എനിക്ക് വേറെ പണിയൊന്നുമില്ലാഞ്ഞിട്ടല്ല, നിങ്ങളുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടി തലമുറകളൊക്കെ നന്നായി വരാൻ വേണ്ടി ഞാൻ ഒരാളുണ്ട് ഇവിടെ Don't you have any like friends or something else to do in life? എൻ്റെ ഫ്രണ്ട്സ് ഏഞ്ചൽസാണ്, അല്ലാതെ എനിക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. Wait a minute. Amma, you know what? Instead of this imaginary fairy tale thing, how about you make some real friends and make some money with YouTube? Wait, okay. Like this, like the chaya, like this chaya. See? Look. Like this, see? What? Okay, never mind. Maybe we can call it like what? നിനക്ക് ചായ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, എൻ്റെ എടുത്ത് കുടിക്കണ്ട. Like chaya with Maya or something. Like, you know, make a YouTube series. You make money. And as well as you may make more friends other than these imaginary angels and all this rubbish. നീ എന്ന ഫേസ്ബുക്ക് മാർക്കറ്റിൽ എൻ്റെ പ്രാം വിറ്റത് എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് പൈസ കിട്ടി. ഇത് നീ റിയൽ ആയിട്ട് പറഞ്ഞാണോ? I'm serious. YouTube. We go to YouTube Shorts. You can make all of these videos and stuff. I suggest Chaya with Maya. I came with her on the go. I don't know how it just works, but yeah. പേര് കേട്ടിട്ട് കൊള്ളാലോടാ. I don't know, okay? ചായ വിത്ത് മായ. Yeah, Chaya with Maya. It works. അതിനകത്ത് എന്തൊക്കെ ഇടാ അവിടെ? You just post videos of you having Chaya, or you can have like specials, like some. വേണ്ട, ഇതൊക്കെ സാധാരണ ഒരു തന്ത്രം. എന്നെ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിക്കാൻ അല്ലെങ്കിൽ No, it's not. You can even use it to talk about your prayer life. Make videos about your prayer life. Not only will that happen, you can spread the gospel of God through your 100-something followers. I mean, you're very, very large amount of followers. അതിനൊക്കെ വലിയ ടെക്നോളജി അറിയണ്ടല്ലോ. നീ എന്നെ ഹെൽപ്പ് ചെയ്യും. Yeah, okay, I'll do it. Okay, come, we'll go set it എന്നാ up. ശരി, സുവിശേഷം മാത്രം പറയുന്ന ഒരു ചാനൽ ആയാൽ മതി. No, actually, yeah, okay. ആരാടാ അങ്ങനെ പറയുമ്പോ ആൾക്കാർ വരില്ലേ? Just a point of concern. But yeah, come on. Come, just sit over here. Come on, we'll go organize this. ചായ വിത്ത് മായ. Okay. എങ്ങനെയാ അത് പറ. Okay, listen, here's the game plan. There's a thing called YouTube Shorts. And you can like post videos, short videos. And all you have to do is, you post these videos, you can make it about whatever you want. I told about this Chai with Maya thing. Just try that, okay? So make a YouTube channel with that kind of thing. Just post all those videos and whatever you want. You can make with all this like Suvishesham and all this stuff. Maybe with that, I don't know if you want to consider this, but maybe when you make those videos, you spreading the Suvishesham. What I'm saying is, just make like some cooking videos or something, or like just you having chai, or having some food, or maybe like some outdoor event, and you just take a video of it, and that's it. അപ്പൊ നീ എന്നോട് പറഞ്ഞു സുവിശേഷം പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. Oh well, you can do it, but like you won't really get that many views. അപ്പൊ ഞാൻ ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി വ്യൂസ് കിട്ടുമോ? Yeah, a lot of views. അപ്പം എന്നിട്ട് അവരോട് സുവിശേഷം പറഞ്ഞാൽ മതിയായിരിക്കും അല്ലേടാ? ശരിയാ, ഞാൻ നേരിട്ട് പറഞ്ഞ ആരും കേൾക്കണില്ല. ചാനലിൽ കൂടെ കണ്ട ആരെങ്കിലും രക്ഷിക്കപ്പെടാനുണ്ടെങ്കിൽ രക്ഷിക്കപ്പെടട്ടെ. നീ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാം അവിടെ ഒന്ന് സെറ്റപ്പ് ചെയ്യാനായിട്ട്. താങ്ക് യു ജോർജ്. ആദ്യമായിട്ട് നീ ജീവിതത്തിൽ നല്ലൊരു ഉപകാരം, നല്ലൊരു കാര്യം. Hey!
I'm out of here, man. What is this rubbish? Get out. എന്നാടാ ചായ കുടിച്ചെന്നാ ചായ വിത്ത് മായയിലേക്ക് സ്വാഗതം അങ്ങനെ പറഞ്ഞാൽ മതിയോടാ. Yeah. Very good. Okay. Cool. Let's begin. അപ്പയോടൊന്ന് ചോദിച്ചിട്ട് ചെയ്യാന്ന്. അപ്പ എവിടെയാ? ചായ വിത്ത് മായ പേരൊക്കെ കൊള്ളാം. That's true biblical discipleship. And if you follow some thrill seeker pastor, sooner or later you're going to need a greater thrill. And you'll be let down. And by the way, എന്റെ ഇച്ചായ നല്ല നല്ല മെസ്സേജുകളാണ്. ഇച്ചായ വന്നിരിക്കും നമുക്ക് കേൾക്കാം. എടാ ജോർജ് ഒരു മലയാളം വെച്ചേടാ. നിനക്ക് വേറെ പണിയൊന്നുമില്ല. ഇച്ചായ ദൈവദാസന്മാരെ ബഹുമാനിക്കാൻ പഠിക്കും. മലയാളം വെക്കും. വിശദീകരിക്കും. കർത്താവിന് വേണ്ടിയുള്ളത് അതിനെ തൊട്ടാൽ വിവരമറിയും. ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ട അഭിഷക്തനാണ് മോശ. മോശക്കെതിരെ പെറുപിടുത്ത മിരിയാം വിവരമറിഞ്ഞു. കാര്യം പെങ്ങളൊക്കെയാണ്. മോശ ആങ്ങളെയാണെന്നും പറഞ്ഞ് മോശക്കെതിരെ പെറുപിടുത്താൽ നീ വിവരമറിയും. ഏത് പെങ്ങളാണേലും കുഴപ്പമില്ല, ഏതാളാണേലും കുഴപ്പമില്ല. സ്തോത്രം. കാര്യം നീ ചെങ്കടല് മുറിഞ്ഞിക്കര കയറിയപ്പോൾ തപ്പെടുത്ത് പാട്ടൊക്കെ പാടി നൃത്തം ചെയ്തയാളൊക്കെയാണ്. ബാബുവിന് ഞാൻ ഇനി അടിമയല്ല എന്ന് നമ്മൾ പാടുന്നത് പോലെ അവളും പാടിയിട്ടുണ്ട് കേട്ടോ. സ്തോത്രം. കാര്യമൊക്കെ ശരിയാണ്. ഒരു കാലഘട്ടത്തിൽ കൊയറിനൊക്കെ ലീഡർഷിപ്പ് കൊടുത്തയാളാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വോർഷിപ്പ് ലീഡറൊക്കെയാണ്. ആ സമൂഹത്തിൽ അല്പം മാന്യമായ നിലയിലുണ്ട്. പക്ഷേ നീ അഭിഷക്തനെതിരെ, വിശുദ്ധീകരിക്കപ്പെട്ട കർത്തൃദാസനെതിരെ, മോശക്കെതിരെ മിരിയാമേ ശബ്ദമുയർത്തിയാൽ നിനക്ക് ചില സാധനങ്ങളെ ഒക്കെ ദൈവമേ, ഞാൻ അന്നേരം പറഞ്ഞതാ നിങ്ങൾ ആ ദൈവദാസനെ അത് പറഞ്ഞിട്ടാ. അപ്പൊ കണ്ടില്ലേ അഭിഷിക്തരെ തൊട്ട ദൈവം ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. പ്രാർത്ഥിക്കാം മക്കളെ, പ്രാർത്ഥിക്കാൻ വാ. എടി എന്റെ ബൈബിൾ എവിടെ ഇരിക്കുന്നു? ഇതെന്റെ ബൈബിളാ. പ്രാർത്ഥിക്കാൻ എന്നെ വിളിച്ച ആരും വരില്ലല്ലോ. Amen. Your child my video viral away. Look. What? Yeah. You got 1,000 subscribers now. It's gone viral. The child my video. ഇതെങ്ങനെയാണ് ഇത്രേ ആൾക്കാർ അമ്മയുടെ വീഡിയോ? Yeah, I know. It's so much. സ്വാഗതം. ഇന്നത്തെ ചായ വിത്ത് മായയിൽ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചാനലിന്റെ സ്ഥിരം വ്യൂവേഴ്സ് ആയ നമ്മുടെ ഫാമിലി ഫ്രണ്ട്. Oh, the videos are more viral. Super popular now. എടാ ഞാനും നീയും മാത്രമാണല്ലോ ഇവിടെ ഇതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഇവരാരൊക്കെയാണ് ഈ ആൾക്കാരൊക്കെ? Yeah, and guess what, Mama? Guess what? Look at this. Look at this. One of the videos has got 500,000 views. എടാ ഞാനതാ ചുമ്മാ മരത്തിന്റെ ചുവട്ടിൽ നിർത്ത വീഡിയോ ആണല്ലോ. Yeah. Look at how popular it is. ഞാൻ അന്ന് കുറച്ച് വീഡിയോ ഇട്ടിട്ട് പിന്നെ ഞാൻ ഇതിലോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അപ്പൊ എനിക്ക് ഇതിന് പൈസ ഒക്കെ കിട്ടുവാണേ. Yeah, well, eventually you just gotta keep on working hard, and then after YouTube will give you start giving you money. എന്റെ മായമ്മേ. ഇച്ചായൻ കണ്ടു വെച്ചാലേ എന്റെ ചാനലിൽ എന്തോരം ആൾക്കാരാണ്. സംഭവം കൊള്ളാം. എനിക്ക് കേട്ട മെസ്സേജ് എന്നെ വല്ലാതെ ടച്ച് ചെയ്തു. ഇച്ചായൻ ടച്ച് ചെയ്തോ? I felt like that he was talking literally about me. നല്ല കാര്യം ഇച്ചായൻ വന്നിരിക്കും. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനതോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാവലത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. എന്തായാലും ക്രിസ്തുവിൽ മരിച്ചവർ അതെന്താ ഉദ്ദേശിക്കുന്നത്? ഇച്ചായ അത് പറയുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റിയാ. ഞാൻ അതൊരു മെസ്സേജ് കേട്ടായിരുന്നു. അതെന്നാന്നറിയാമോ? കർത്താവിന്റെ രണ്ടാമത്തെ വരവിനകത്ത് നമ്മൾ ഈ വിശ്വസിച്ച് മരിച്ച ആളുകൾ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അവര് രൂപാന്തരപ്പെട്ട ശരീരത്തോടുകൂടെ കർത്താവിന്റെ കൂടെ വരും. ഈ ഇരിക്കുന്ന ഞാനും ഇച്ചാൻ, ഇപ്പം നമ്മൾ രണ്ടുപേരും കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ
കാത്തിരിക്കുന്ന വെച്ചാൽ വിശ്വസിച്ച് കർത്താവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നവരാണെങ്കിൽ, കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ നമ്മളും രൂപാന്തരപ്പെടും. അതായത് ഇച്ചായം പെട്ടെന്ന് നോക്കുമ്പോൾ എന്നെ കാണൂല, അപ്പം ഞാനാ പോകുന്നെങ്കിൽ എൻ്റെ ശരീരം രൂപാന്തരപ്പെടും. മരിച്ചവരും ഓൾറെഡി രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകും. ജീവനോടിരിക്കുന്ന നോക്കി പാർക്കുന്ന വിശുദ്ധരും പോകും. കർത്താവ് ആദ്യം വന്നത് പാപികളെ കൊണ്ടുപോകാനേ എന്നും പറഞ്ഞ് ഇനിയും വരുന്നത് പാപികളെ കൊണ്ടുപോകാനല്ല. കർത്താവ് രാജാതി രാജാവായിട്ടാണ് വരുന്നത്. തൻ്റെ മക്കളെ ചേർക്കാനാണ്, സഭയെ ചേർക്കാനായിട്ടാണ് കർത്താവ് വരുന്നത്. അപ്പം നോക്കി പാർക്കുന്ന വിശുദ്ധരെ കർത്താവ് കൊണ്ടുപോകും. നമ്മൾ ഇനി അതിനു വേണ്ടിയ ഒരുങ്ങണ്ടേ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമുക്ക് ഒന്നാം പുനരുദ്ധാനം നമുക്ക് പോകണം. ആ ഒന്നാം പുനരുദ്ധാനത്തിൽ പോകുന്നവരാണ് ഭാഗ്യമുള്ളവർ. ആ ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ നമുക്ക് പോകണം. ഇച്ചാൻ ഞാൻ ആ മെസ്സേജ് കേൾപ്പിച്ചു തരാം. മെസ്സേജൊക്കെ കേട്ടിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കർത്താവിൻ്റെ രണ്ടാം വരവെങ്കിലും എടുക്കപ്പെട്ടാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ ഇച്ചായ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുന്നത്. എൻ്റെ കർത്താവ് എൻ്റെ ഇച്ചായൻ്റെ കണ്ണ് തുറന്നല്ലോ. ഇച്ചായൻ ഇനി അതിനു വേണ്ടി ഒരുങ്ങണം. ഇച്ചായൻ വായിച്ച സംശയമുള്ളതൊക്കെ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം. താങ്ക് യു. എൻ്റെ നന്ദി. എൻ്റെ ഇച്ചായൻ്റെ കണ്ണ് തുറന്ന പോലെ എൻ്റെ മക്കളുടെ കണ്ണും കൂടി ഒന്ന് തുറക്കണേ ദൈവമേ. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊടുക്കും. ആമേൻ. ഹലോ ഹലോ ഇച്ചായ, ഗസ് വാട്ട്? ഹോസ്പിറ്റലുള്ളവരൊക്കെ എന്നോടൊക്കെ ചോദിക്കുക എൻ്റെ ചാനലിനെ പറ്റി. ഇത്ര പെട്ടെന്ന് ഫേമസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എല്ലാവരും ചായ വിത്ത് മായനെ പറ്റിയൊക്കെ ചോദിച്ചു. ചായ പണ്ട് ഐ ഫ്രം കേരള എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ സ്ഥാനത്ത് ഇപ്പൊ ഞങ്ങൾ ചായ വിത്ത് മായ കാണാറുണ്ടെന്ന്. ചെറുതായിട്ട്. ഇന്ന് എനിക്കൊരു പുള്ളിക്കാരി ഒരു ഓഫർ ചെയ്തിട്ടുണ്ട്. അവരുടെ വീട്ടില് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായ എൻ്റെ വീഡിയോ എടുക്കാൻ ചെല്ലാൻ. ഇന്ന് അവർക്ക് ഓഫർ. കോൺഫറൻസ് അതേതായിരുന്നു? അയ്യോ, അത് ഇന്നായിരുന്നു. ഞാൻ ആക്ച്വലി അവരോടൊന്ന് വീഡിയോ എടുക്കാൻ വരാമെന്ന് പറഞ്ഞായിരുന്നു. നാളെ ആണെങ്കിൽ മഴയാണ്, എടുക്കാൻ പറ്റില്ല. അയച്ചായ പൊക്കോ. ഞാൻ വീഡിയോ എടുത്തിട്ട് ഡാർക്ക് ആവുന്നതിന് മുമ്പ് എനിക്ക് വീഡിയോ എടുക്കണം. കാരണം നമ്മൾ കോൺഫറൻസ് കഴിയുമ്പോഴത്തേക്ക് ഇരുട്ടൂലേ ചായ, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അല്ല, ഞാൻ കോൺഫറൻസ് വരും, അത് കഴിഞ്ഞിട്ട് വരുമെന്നുള്ളൂ. ജോർജിയോട് പറഞ്ഞ ജോർജിയുടെ ഐഡിയ ആയിരുന്നു. എന്താണ് ചേച്ചൻ അറിയാം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് എത്രയായിരുന്നു? ഗസ് വാട്ട്? 10K. ഓ, എന്തോരം ഫ്രൂട്ട്സാ ആലിസേച്ചിയുടെ ഒക്കെ വീട്ടിലുണ്ടായിരിക്കുന്നത്. ഈ വർഷം ഉണ്ടായത് തന്നെ ആയിരിക്കുമോ? സ്റ്റാറ്റസ് ഇട്ടേക്കണത് കണ്ടിട്ട് ഈ വർഷത്തെ തന്നെയാണ്. ചോദിച്ചു നോക്കാം ഞാൻ എന്ത് കണ്ടന്റ് ഇടും എന്നോർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 11 മണി. ഓ, ഈ സമയത്ത് വിളിച്ചാൽ ഉറക്കായിരിക്കും. മെസ്സേജ്. ഹലോ. അലിസേച്ചി സുഖമായിരിക്കണോ? എന്നാണ്ട് വിശേഷം? കഴിഞ്ഞ ആഴ്ച പള്ളിയിലൊന്നും കണ്ടില്ലല്ലോ. ചേച്ചിയുടെ ആ സ്റ്റാറ്റസിൽ ഇട്ടേക്കണ ആപ്രിക്കോട്ടിൻ്റെ ഒക്കെ വീഡിയോയെ, സോറി ആ ഫോട്ടോയെ, അത് ഈ വർഷം ഉണ്ടായതാണോ ചേച്ചി? വീട്ടിലത്തെ തന്നെയല്ലേ അത്? ഞാനാണെങ്കിലേ ചേച്ചിക്ക് അറിയാമല്ലോ, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടി ഒരു വീഡിയോ തപ്പുമായിരുന്നു. അപ്പോൾ എന്ത് കണ്ടന്റ് ഇടണമെന്ന് ആലോചിച്ചപ്പോഴാണ് ചേച്ചി ഒരു സ്റ്റാറ്റസ് കണ്ടത്. ഞാനിന്ന് അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നോട്ടെ ചേച്ചി. ചേച്ചിക്ക് ഓഫാണെങ്കിൽ ചേച്ചി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചേച്ചിയിലേക്കും കുഴപ്പമില്ല, ചേട്ടനോ പിള്ളേരോ ആരെങ്കിലും ഒന്ന് ഗരാജിൻ്റെ ഡോർ തുറന്നു തന്നാൽ മതി. ഞാൻ ആ സൈഡിൽ കൂടെ പോയി ആ ബാക്ക് സൈഡിൽ വീഡിയോ എടുത്തോളാം. ചേച്ചി മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ എനിക്കൊന്ന് റിപ്ലൈ കൊടുക്കണോട്ടെ ചേച്ചി. നാളെ ആണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ വന്നാലോ നോക്കുക. അപ്പോൾ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോട്ടെ ചേച്ചി. താങ്ക് യു.
എനിക്കിത് എങ്ങനെയുള്ള രാത്രിക്ക് മനുഷ്യൻ കടുത്തു നോക്കൂടെ? മനുഷ്യൻ ഇങ്ങനെയൊക്കെ ഒരു വാട്സാപ്പ് സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ടാണ് എന്നെപ്പോലുള്ള പാവപ്പെട്ട യൂട്യൂബേഴ്സ് ഒക്കെ ജീവിച്ചു പോകുന്നത്. ഈ ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് ബൈബിൾ വായിച്ച് കിടക്കാൻ നോക്കുക വെച്ചാൽ ഇച്ചാനും അപ്പം അച്ഛനും കേൾക്കണം. എന്നെ വിശുദ്ധ മന്ദിരമാക്കണമേ. ക്രിസ്തുവിന്റെ നിവാസമായ വിശുദ്ധ മന്ദിരം പറയാം. നിങ്ങളൊരു വിശുദ്ധ മന്ദിരമാകും. വേറെ മാർഗമൊന്നുമില്ല. അവിടെ പോയി പ്രാർത്ഥിച്ച് ഇവിടെ പോയി പ്രാർത്ഥിച്ച് ഞാനങ്ങ് പിടിപ്പിക്കപ്പെടാം. നോ, നിങ്ങളൊരു വിശുദ്ധ മന്ദിരമാകുക. ഹല്ലേലൂയ. അതാ നമ്മൾ പറഞ്ഞ് പറക്കാരെയും മുള്ളും നിന്റെ അരികെ ഉണ്ടായിരുന്നാലും തേളുകളുടെ ഇടയിൽ നീ പാർത്താലും അവരുടെ വാക്ക് പേടിക്കരുത്. സ്തോത്രം. അവരുടെ വാക്ക് പേടിക്കരുത്. കിടക്കുവാണോ? പ്രാർത്ഥിക്കണോ? ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാവോ? നിങ്ങൾ അങ്ങനെ ആ ഒരു ഗ്രേഡിലേക്ക് ഗ്രേഡ് ഒന്ന് ചേഞ്ച് ആകും. വിശുദ്ധ മന്ദിരം എന്ന ഗ്രേഡിനകത്തോട്ടൊന്ന് കയറട്ടെ. വിശുദ്ധ മന്ദിരം എന്ന ഗ്രേഡിനകത്തോട്ട് കയറുമ്പോ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ചില സ്വാധീനങ്ങൾ ഹലോ എടീ, നീ രാവിലെ വിളിക്കുന്ന മനുഷ്യനൊന്നും ഉറങ്ങണം. എന്നാ റാപ്ചറോ? ഇല്ല, ഞാനിവിടെ ഉണ്ട്. ഇച്ചായനിവിടെ ഉണ്ട്. ഇച്ചായ എടീ, ഇച്ചായനിവിടെ ഇല്ലല്ലോ. പോടി. ഇച്ചായ എന്റെ കർത്താവേ. എന്റെ ദൈവം, ഞാൻ ഇത്രയും നാളും ജീവിച്ചിട്ടും കർത്താവേ ഞാൻ കരുടപ്പെട്ടു പോയ മുത്തൂട്ടി, നീ എന്തിനാ കരയണേ? മായമ്മേ, മുത്തൂട്ടി, ഇതെന്തിനാണ് ഇങ്ങനെ കരയണേ? ഇതെന്തിനാ കൊറേ നേരം കിടന്നു കല്ലുപിടിക്കണു? എന്നത്
എന്നതേ എന്തിനാണ് പോവാ? ചായ പോയില്ലേ ഇപ്പൊ? എങ്ങോട്ട് പോയോ? ഞാൻ സ്വപ്നം കണ്ട് ചായ കർത്താവ് വന്ന് എല്ലാവരും കൊണ്ടുപോയി, എന്നെ മാത്രം കൊണ്ടുപോയില്ല. അതെ ഇപ്പൊ നോക്കി ഞങ്ങൾ എങ്ങും പോയിട്ടില്ല. ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ആ ഇവിടെ തന്നെ ഉണ്ട്. പിള്ളേരൊക്കെ അപ്പുറത്ത് കണ്ടിട്ട് കേട്ടോ. ആ മതി മുത്തോട്ടി അവിടെ ഇരിക്കേ. കർത്താവ് ഏത് നേരത്ത് വേണമെങ്കിലും വരാം. ഓക്കെ, അത് ഇന്ന് വരാം, ചിലപ്പോൾ നാളെ ആയിരിക്കും, ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം. ഓക്കെ, നമ്മൾ ഒരുങ്ങിയിരിക്കുന്നുണ്ടോ ഉള്ളതാണ് പ്രാധാന്യം. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന ആളാണ് ഇങ്ങനെ കിടന്ന് കരയേണ്ട വരില്ല. ഇങ്ങനെ അയ്യോ എൻ്റെ ചാൻ പിള്ളേർ പോയെന്ന് പറഞ്ഞ് നിലവിളിക്കേണ്ടി വരില്ല. തൊട്ടി ഒരുങ്ങിയാണ് ഇരിക്കുന്നത്, അത് മാത്രം ശ്രദ്ധിക്കുക. അതാണ് പ്രധാനം കേട്ടോ. മനസ്സിലായോ? മോൻ ഒരുങ്ങിയിരിക്കണം എന്നുള്ളതിന് ദൈവം തന്നൊരു വാണിംഗ് ആയിരിക്കും ചിലപ്പോൾ ഈ സ്വപ്നം കേട്ടോ. ഒരുങ്ങിയിരുന്നാൽ ഈ കരച്ചിലിൻ്റെയും വിലാപത്തിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. കർത്താവ് വരുമ്പോൾ കർത്താവിൻ്റെ കൂട്ടത്തിൽ പോക്കോ എടുക്കപ്പെടും കേട്ടോ. What happened? I heard Amma crying. Are you guys okay? ജോർജ് കുട്ടാ, ഫെയ്ത്ത് നമ്മുടെ ലൈഫിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിലല്ല, നമ്മുടെ ലൈഫിൽ ആ ഫെയ്ത്തിനെ എത്രമാത്രം ഇൻറ്റഗ്രിറ്റിയോടുകൂടി കാത്തു സൂക്ഷിച്ചു എന്നുള്ളതിലാണ് മെയിനായിട്ടുള്ള കാര്യം. അമ്മ പാപ്പയും നമ്മളൊക്കെ പോയി ഈ വേൾഡിൽ നിന്ന് പോയി എന്നോർത്തുകൊണ്ട് അമ്മ തന്നെ ഉള്ളൂ അമ്മേനെ ഇവിടെ വേൾഡിൽ ഇട്ടിട്ട് പോയി എന്നോർത്തുകൊണ്ട് അമ്മ സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ട് കരഞ്ഞതാണ് പറ്റിയത്. ഇറ്റ്സ് ഓക്കെ ചായ. ജോർജ് ആം ഓക്കെ. തുടക്കമല്ല വലുത്, ഒടുക്കം വരെ വിശ്വസ്തരായിരിക്കുക. അമ്മയ്ക്ക് കർത്താവ് ഒരു വാണിംഗ് തന്നു. അത്രേ ഉള്ളൂ.